ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാം. ഇതൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ ഞാനിങ്ങനെ ആയിപ്പോയത് കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ പൊട്ടിച്ചതൊന്നുമല്ല. അങ്ങനെ ഒന്നും വലുതൊന്നും ചെറുതും കിട്ടി. അപ്പോൾ പണ്ട് ഞാൻ ശാസ്ത്രമേളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് മണി പ്ലാന്റ് വയ്ക്കാനൊരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ തോന്നി. പിന്നെ ഗ്ലൂ ഗണ്ണ് കണ്ടോ, ഞാൻ ഈ ഒരു ഏരിയയിൽ ഗ്ലൂ ഗണ്ണ് കൊടുക്കുക. പിന്നെ ഈ ഹോള് വേണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണ്ട കേട്ടോ, കാരണം വെള്ളം പോകാനൊരു ഹോള് നല്ലതല്ലേ. അപ്പോൾ ഞാനങ്ങനെ സെറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ഭംഗിയല്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ഓരോരോ ഭംഗി, നമുക്കൊരു നൊസ്റ്റാൾജിക് ഭംഗി അത്ര തന്നെ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇതുപോലെ ഗ്ലാസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കട്ടോ, നല്ലൊരു ഗ്ലൂ വെച്ചൊട്ടിച്ച് കുറച്ചും കൂടി ഫിനിഷിങ്. എൻ്റെ കയ്യിൽ വലുതാൻ സാൻഡ് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പൊട്ടുണ്ട്, പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം വെള്ളം കെട്ടിക്കിടന്ന് പ്ലാന്റ് അഴുകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് എടുക്കുകയാണ്. ഇനി കുറച്ച് മണ്ണൊക്കെ നിറച്ച് നമുക്ക് പ്ലാന്റ് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ വല്ലാണ്ട് തിക്കി നിറച്ച് പ്ലാന്റ് ഒന്നും വെക്കുന്നില്ല, കാരണം അത് ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിന് സ്പേസ് പെട്ടെന്ന് വരുമല്ലോ. മണി പ്ലാന്റ് പൊതുവേ വേഗം തിങ്ങി നിറയും. അപ്പോൾ ഞാൻ വളരെ 4 ഇലകളുള്ള നോഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതെൻ്റെ ലക്കി ബാമ്പു ആണ്. ഞാനത് വെള്ളത്തിൽ നിന്നൊരു പുരോഗമനം കാണാണ്ടായപ്പോൾ കപ്പിലേക്കാക്കി. പിന്നെ എൻ്റെ കയ്യിൽ വരുന്ന തൈകളൊക്കെ കൂടി വെച്ചിട്ട് തൈരുണ്ടല്ലോ, അങ്ങനെ ഞാനിത് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ചട്ടിയിലേക്ക് മാറ്റും. അങ്ങനെ ഒരു പരീക്ഷണശാലയാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ തൈകളൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് പിടിക്കുകയാണെങ്കിൽ വലിയ ബോട്ടിലേക്ക് മാറ്റും.